ഞാൻ റീസെന്റ് കണ്ട ഒരു സൂപ്പർ നാച്ചുറൽ സൗത്ത് കൊറിയൻ മൂവിയാണ് എക്സുമ. ഈ ഒരു മൂവി ഓൾറെഡി റിലീസ് ആയിട്ട് ഏകദേശം 1 month ഒക്കെ ആയി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് സിനിമ കാണുന്നത്. ആൻഡ് ഈ ഒരു മൂവി സൗത്ത് കൊറിയയിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് ഒക്കെ നേടിയ ഒരു വലിയൊരു റെക്കോർഡൊക്കെ സെറ്റ് ചെയ്ത ഒരു സിനിമയും കൂടിയാണ്. ആൻഡ് സിനിമ ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് പ്രസന്റേഷൻ ആയിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഹൊറർ മൂവീസിന്റെ ടെംപ്ലേറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഈ ഒരു മൂവി സംസാരിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, അതായത് ഒരുപാട് ഫേസസ് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഓരോ ഫേസസിന്റെ പ്രസന്റേഷൻ ആയാലും അതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ അത് ആൾക്കാർ കൺവേ ചെയ്യുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ അതിന്റെ ഒരു എൻഗേജിംഗ് ഫാക്ടർ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ എൻ്റെ മൂവി കാണാനായിട്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ഗ്രേവ് ഡിഗേഴ്സ് ആണ്. സോ അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ജേണിയാണ് സിനിമ സംസാരിക്കുന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാരനോമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഇവന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അതിലോട്ട് പോകുന്ന ഈ ഗ്രേവ് ഡിഗേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടീം, സോ അവർ അവിടെ പോയി ആ ഒരു സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്ത് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. സോ പിന്നീട് ആ ഒരു സിറ്റുവേഷനെ കണക്ട് ചെയ്തിട്ട് വേറൊരു കാര്യം വരും. പിന്നീട് അതിനെ കണക്ട് ചെയ്ത് വേറൊരു കാര്യം, അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ചെയിൻസ് പോലെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ ഫേസ് ചെയ്ത് വരും പോകും. സോ അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ ഫേസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓക്കെ ഇത് അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ആ ഓരോ ഫേസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇവന്റ്സ് ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു എൻഡിലോട്ടൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് നല്ല കിഡിൽ എൻഗേജിംഗ് ആയിട്ടാണ് ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫേസസ് ആയിട്ടാണ് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഫേസ് കഴിഞ്ഞ് പിന്നീടുള്ള ഓരോ കാര്യങ്ങളും വളരെ നൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഓഫ്കോഴ്സ് നമ്മളൊരു ഹൊറർ മൂവി കാണുമ്പോൾ എന്തായാലും അവിടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ ആ ഒരു മൂവിയുടെ ബാക്ക് സ്റ്റോറി നമ്മൾ കാണിക്കുന്ന വെച്ചാൽ ഒരു വലിയ കഥയായിട്ട് അല്ലെങ്കിൽ ഒരാൾ നറേറ്റ് ചെയ്ത് അങ്ങനെ അതിന് സെപ്പറേറ്റ് ആയിട്ട് വിഷ്വൽ അങ്ങനെയൊന്നുമല്ല. ഇതിലെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കട്ട് ബൈ കട്ട് ഷോർട്സ് ആണ്. അതായത് ഒരു പെട്ടെന്ന് ഒരാളുടെ ഓർമ്മയിൽ വന്നു പോകുന്ന പോലെയൊക്കെയാണ് കുറച്ച് കാണിക്കുന്നത്. സോ അതൊക്കെ വളരെ നൈസ് ആയിട്ടുണ്ടോ. ഞാനത് അധികം എടുത്തു പറയുന്നില്ല, ഇതൊന്നും സ്പോയിലേഴ്സ് അല്ല. പക്ഷെ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്പോയിലർ ആയിപ്പോ, കാരണം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആൻഡ് ഈ ഒരു കൂടെ മേക്കിംഗ് ക്വാളിറ്റി, VFX ആയാലും ഓരോ ഫേസസിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ വിഷ്വലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും അത് പ്രസന്റ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. ആൻഡ് മെയിൻലി എടുത്തു പറയേണ്ട കാര്യം, ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെ പ്രേതം ഫ്രണ്ടിൽ നിൽക്കുന്നത് ബാക്കിൽ നിൽക്കുന്നത് അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ജംപ് സ്കെയർസോ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ വിറപ്പിക്കുന്ന സാധനങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു മൂവിയിൽ വന്നു പോകുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള സീക്വൻസിനൊക്കെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. അത് എക്സ്പീരിയൻസ് ചെയ്താലും മനസ്സിലാവും. ഞാൻ അധികം അടുത്ത് പറഞ്ഞത് ബോറടിപ്പിക്കുന്നില്ല. സോ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കും. ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ട്, അതായത് സ്ഥിരമായിട്ട് കണ്ടുമടുത്തൊരു ടെംപ്ലേറ്റ് എന്നൊക്കെ ബ്രേക്ക് ചെയ്ത് വേറൊരു രീതിയിലുള്ള പ്രസന്റേഷൻ കാണണം എന്നൊരു ആഗ്രഹമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയ മൂവിയാണ്. ആൻഡ് മെയിൻലി ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗത്ത് കൊറിയൻ അല്ലാതെ ഒരുപാട് ലാംഗ്വേജസ് ഒക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. കാരണം അതിൽ പോലും പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് മിസ്സായാൽ പിന്നെ ഒരു എൻ്റയർ സ്റ്റോറിയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടാൽ മതി, അപ്പൊ കാര്യം മനസ്സിലാവും. കാരണം ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ഫേസിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിക്കപ്പ് ആയി വരാനോ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി. സോ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ വീഡിയോയിൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.